വിവരമില്ല എന്നും വിവരമില്ലാത്തതാണ്. ഒരു ആൾക്കാർക്ക് വിവരമില്ല, ഓൻ കുറ്റക്കാരനല്ല, ഓനെ നമ്മൾ പേടിക്കും വേണ്ട. പിന്നെ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് ഓല് നേരാവിച്ചിട്ടല്ല, ഓല് നേരാവൂല. ഓല് നേരായാൽ നമുക്ക് അത്ഭുതമാണ്. കാരണം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബിദ്അത്ത് എന്ന് പറയുന്നത് നായക്കളകുന്ന പേവിഷം പോലെയാണ്. വേപ്പളകുന്ന നായാന്ന് കേട്ടിട്ടില്ലേ? അതിനാരെങ്കിലും ചികിത്സിക്കുമോ? അതിന് ചികിത്സിക്കൂല. നമ്മളെന്താ വേണ്ടത്? ആ വിഷം നമ്മളിലേക്ക് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഓല് നേരാവൂല. ശരിയായ ഒരു സലഫിയായ മനുഷ്യൻ ഓൻ പിന്നെ നേരാവൂല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ഓൻ നേരാവൂല. പിന്നെ എന്തിനാ? നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയ്യാക്കും വയ്യാഹും, ആ വിഷം നിങ്ങളിലേക്ക് പകരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം, അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. അതിനാ നമ്മളെ ഈ പരിപാടി. നമ്മൾ വേണ്ടതെന്താ? ഓൻ നമ്മളെ സുഹൃത്തേക്കാരും അറിയാതെ നമ്മൾ വേപ്പ് പിടിച്ച നായെന്ന് അറിയാതെ ചെന്ന് നിന്നു, ആ നായൊന്ന് തോണ്ടി അല്ലെങ്കിൽ ഒന്ന് മാന്തി നമ്മൾക്കതളകും എന്നതുപോലെ നമ്മൾ അവരുമായി സൗഹൃദം പങ്കിട്ടാൽ അടുത്ത സമയത്ത് ആ വിഷം നമ്മളിലേക്ക് വരും. എന്തുകൊണ്ട്? അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. കൂട്ടുകാരൻ ആരാ? അതെപ്പോഴും ശ്രദ്ധിക്കണം. എൻ്റെ കൂട്ടുകാരൻ സെലഫിയ, അടുത്ത് ഇജ്ജ് സെലഫിയോ, ഇജ്ജിപ്പോൾ സെലഫിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വേണ്ടത്? അവരിൽ നിന്ന് അകലം പാലിക്കണം. അകലം പാലിച്ചിട്ടില്ല എങ്കിൽ ആ മുസീബത്ത് നമ്മളെ പിടികൂടും. ആ മുസീബത്ത് പിടികൂടിയാൽ അതിൻ്റെ ദുരന്തം എന്ത് സത്യം പറഞ്ഞാലും മനസ്സിലാവില്ല. ഒരു വഹാബിയായ മനുഷ്യനെ വിളിച്ചിട്ട് ആയത്തിൽ ഇങ്ങനെ ഇല്ല, അതിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു പോകും, ഉത്തരം മുട്ടിയാലും ഓൻ നേരാവില്ല. കാരണം ഓൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്ന അവസ്ഥയല്ല അവനുള്ളത്. അപ്പം അതുകൊണ്ട് നാട്ടുകാരായ ആളുകളോട് പറയാനുള്ളത്, അങ്ങനത്തെ ആളുകൾ നമ്മളെ കുടുംബക്കാരായിരിക്കാം, നമ്മളെ ആത്മസുഹൃത്തുക്കളായിരിക്കാം, അവരുമായി നമ്മൾ ബന്ധപ്പെടുന്നതിനൊരു പരിധി വേണം. അല്ല എങ്കിൽ നമ്മൾ അറിയാതെ ആ വിഷം നമ്മളിലേക്ക് പകർന്നാൽ, സലഫീസ് എന്ന് പറഞ്ഞൊരു ബിദ്അത്ത് മാത്രമല്ല, ഒരു ഭീകര പ്രസ്ഥാനമാണ്. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു ഭീകര പ്രസ്ഥാനമാണ്. പല കിതാബിലും എഴുതിച്ചിട്ടുണ്ടല്ലോ. തായിഫിൽ സലഫികൾ വന്ന കാലത്ത് സുന്നികളായ ഉസ്താദുമാർ ദർസ് നടത്തിയിരുന്നു. ആ പള്ളിയിൽ നൂറുകണക്കിന് ആളുകൾ ഓടിയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പള്ളിയിൽ, ആ പള്ളിയിൽ വെച്ച് പോലെ തല വെട്ടിക്കൊന്നിട്ടുണ്ട്. പെണ്ണിന്റെ ഒക്കത്തിരിക്കുന്ന കുട്ടിയുടെ തലവെട്ടി, നീ വളരാൻ പോകുന്ന മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഭീകരവാദികളാണ് സലഫികൾ. ഇന്ന് ലോകത്തെവിടെ ഭീകരവാദമുണ്ടോ അതിനൊക്കെ പിന്നിൽ സലഫികളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ വിഷയ സംബന്ധമായി ഇവിടെ പ്രത്യേകമായി ക്ലാസ് എടുക്കാമെന്ന ഉസ്താദുമാർ പറയും. ഞാൻ ഒരു ബർക്കത്ത്